ഫാക്ടറി വളപ്പുകൾ മാലിന്യ കൂമ്പാരമാണെന്ന സങ്കല്പത്തെ മാറ്റിമറിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ടൈറ്റാനിയം ഫാക്ടറി. ഇവിടുത്തെ തൊഴിലാളികളുടെ ശ്രമഫലമായി ഫാക്ടറി പരിസരം കാർഷിക വിളകളാൽ സമൃദ്ധമായിരിക്കുകയാണ്. കാണാം ടൈറ്റാനിയം ഫാക്ടറിയുടെ കൃഷിവിശേഷം. ഫാക്ടറി വളപ്പുകൾ മാലിന്യങ്ങൾ നിറഞ്ഞതാണ് എന്നാണ് എല്ലാവരുടെയും ധാരണ. എന്നാൽ തിരുവനന്തപുരത്തെ ടൈറ്റാനിയം ഫാക്ടറിയുടെ വളപ്പ് അങ്ങനെയല്ല. ഇവിടുത്തെ മണ്ണിൽ ഇവിടുത്തെ തൊഴിലാളികൾ തന്നെ പൊന്നു വിളയിച്ചിരിക്കുകയാണ്. എന്താണ് ആ പൊന്നെന്നല്ലേ, കാണാം. ഈ 2 ഏക്കർ സ്ഥലത്ത് നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് വിജയകരമായി അവരൊരു പരീക്ഷണ പ്രോജക്റ്റായിട്ടാണ് വന്നതെങ്കിലും ഇപ്പോൾ നമ്മളിത് വളരെ വിജയകരമായിട്ട് നമുക്ക് ഇത് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ മലേഷ്യൻ റെഡ് എന്നുള്ള വെറൈറ്റിയാണ്, ഒറ്റ വെറൈറ്റിയാണ്. ഇത് മണൽ പ്രദേശമാണ്, വളരെ ഇതിന് ഇതിന് പറ്റിയ സ്ഥലം തന്നെയാണെന്നാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ വിജയം കണ്ടിട്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ മാർച്ചിലാണിത് ചെടി നടുന്നത്. ഈ ഒരു വർഷത്തിനകത്ത് നമ്മൾ 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ വിളവെടുത്തു. ഏകദേശം 3000 തൈകൾ നമ്മൾ നട്ടിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ വിളവെടുത്തു. അത് ഏകദേശം 280 കിലോളം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് യഥാർത്ഥത്തിൽ തുടങ്ങിയിട്ടുള്ള 6 മാസം തന്നെ. ഇപ്പോൾ നമ്മൾ 1 വർഷം കഴിഞ്ഞു. ആക്ച്വലി ഇതിനകത്ത് നമുക്ക് സ്വർണം വിളയിക്കാം എന്നുള്ളൊരു നമ്മുടെ എല്ലാ എംപ്ലോയീസിൻ്റെ എല്ലാ ഒരു നിശ്ചയദാർഢ്യവും അതുപോലെ തന്നെ ഗവൺമെൻറ് സുഭിക്ഷ കേരള പദ്ധതിയുടെ ഭാഗമാകാൻ ഉള്ള ഞങ്ങളുടെ താല്പര്യവും. രാസവ്യവസായ സ്ഥാപനമാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ കൂടുതലും മലിനമായ അല്ലെങ്കിൽ പൊല്യൂഷൻ വിതയ്ക്കുന്ന ഒരു സ്ഥാപനമാണെന്നുള്ള ചീത്തപ്പേര് നമുക്ക് മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് ആക്ച്വലി ഈ വെജിറ്റേഷൻ കൊണ്ട് നമുക്ക് പരിചയമുണ്ട്. രാസവ്യവസായമാണ് ടൈറ്റാനിയം ഫാക്ടറിയിൽ നടക്കുന്നതെങ്കിലും ജൈവികമായ രീതിയിലാണ് ഇവിടുത്തെ കൃഷിയെല്ലാം. ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമല്ല ഈ മണ്ണിൽ ഇവർ വിളയിച്ചെടുത്തിരിക്കുന്നത്. എല്ലാം നമ്മൾ പച്ചക്കറികൾ എല്ലാ വിധം ചെയ്യുന്നുണ്ട്. അതായത് നെല്ല്, ധാന്യത്തിൽ പറയുന്നത് നെല്ല്, ചോളം ഉണ്ടാക്കുന്നുണ്ട്. പച്ചക്കറികളാണെങ്കിൽ നമ്മൾ ഇവിടെ സാധാരണഗതിയിൽ മണൽ പ്രദേശത്തില്ലാത്ത ക്യാബേജ് വരെ നമ്മൾ വിജയകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വെണ്ട, കത്തിരി, വഴുതന, അകത്തിച്ചീര, അതുപോലെ തന്നെ പയർ, ചീര, ഇതൊക്കെ നമ്മളിപ്പോഴും അതേപോലെ തന്നെ നമുക്കിപ്പോഴും നല്ല ഡിമാൻഡ് ഈ പച്ചക്കറിക്കുണ്ട്. പുറത്തുനിന്ന് വരെ ആളുകൾ വലിയ ജൈവ ഏജൻസികൾ വന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.